ആദ്യമായി ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയോടും അപ്പായോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഇന്ന് നടന്നത്. ഞാൻ സാക്ഷ്യം പറയുന്നത് 2ാമത്തേതാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇടതു കാലിൽ ഒരു 5-6 മാസമായിട്ട് പഴുത്ത് കാല് നിലത്ത് കുത്താൻ പറ്റാത്തതുപോലെ ഭയങ്കര വേദനയും പഴുപ്പും. അപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കാല് പഴുത്തിരിക്കുന്നത് ഷുഗറിൻ്റേതാണ്, തീർച്ചയായിട്ടും വിരൽ മുറിച്ച് കളയേണ്ടതായിട്ട് വരും കൊണ്ട് കാണിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് പഴുപ്പുണ്ട്. അപ്പോൾ എനിക്ക് കാല് താഴോട്ട് കുത്താനേ വയ്യ. അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടു, മരുന്ന് വാങ്ങി, കുറവില്ല. അതുപോലെ തന്നെ നല്ല വേദന, ചെരുപ്പ് പോലും ഇടാൻ വയ്യ. ഞാനൊരു ടീച്ചറാണ്, സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നും വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, എന്നെ ഇത്രയും വേദന എടുപ്പിക്കുന്നത് എന്തിനാണ്? ഉടമ്പടിയിലിരിക്കുമ്പോൾ എനിക്കിത് ഒന്ന് കുറച്ച് തന്നൂടെ? ഞാൻ ഈ മരുന്നെല്ലാം നിർത്തി ഉടമ്പടി തൈലവും ഉപ്പുകൂടി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് ധ്യാനത്തിൽ പങ്കെടുക്കണം, എൻ്റെ ഈ കാല് കൊണ്ടുവന്ന് അമ്മയൊന്ന് കാണിക്കണം. അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു. ആ ധ്യാനത്തിലെ രോഗസൗഖ്യത്തിൽ ഞാൻ കരഞ്ഞു പറഞ്ഞു, അമ്മേ. അപ്പോൾ അപ്പ വന്ന് നമ്മളെ തൊടുന്ന ഒരു അവസ്ഥ, ആ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, അപ്പ എന്നെ ഒന്ന് വന്ന് തൊടപ്പ, എൻ്റെ ഈ വേദന മാറ്റി, എനിക്ക് ഈ വേദന രാത്രിയിൽ ഉറക്കമില്ല, എത്രയോ ദിവസങ്ങളായി കരഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പ എന്നെ ഒന്ന് തൊടപ്പാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു നല്ല പുരുഷ ശബ്ദം, ഹ എന്നുള്ളൊരു ശബ്ദം എൻ്റെ ചെവിയിലോട്ട്. അപ്പോൾ ഞാനവിടെ അങ്ങേയറ്റത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ആരാണ് ഈ ശബ്ദം? നല്ല ഘനഗംഭീരമായിട്ടുള്ളൊരു പുരുഷൻ്റെ ശബ്ദമാണ്. അടുത്തെങ്ങും ആരും പുരുഷന്മാരൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ആ സൗണ്ടൊന്ന് കേൾക്കണം. പെട്ടെന്ന് 2ാമത് ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും എൻ്റെ ഈ കാലിലെ വേദന പോകും. അങ്ങനെ ഞാൻ കാലം കൊണ്ട് വീട്ടിൽ ചെന്നു. ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല, ഈ എൻ്റെ ഉടമ്പടിത്തൈലോ ഉപ്പും കൊണ്ട് തന്നെ. എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ട്, ഇത് ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ അമ്മ, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ അമ്മയ്ക്കും അപ്പായ്ക്കും എൻ്റെ ഈ രോഗം ഭേദമാക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലോ ഉപ്പും കൂടെ തേച്ചിട്ടാണ് എന്നും രാവിലെ സ്കൂളിൽ പോകുന്നു, പ്രാർത്ഥിച്ചിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ 1-2 ആഴ്ച കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട്, ഇപ്പം നിങ്ങൾക്കറിയാം, എൻ്റെ കാലെനിക്ക് താഴെ കുത്താൻ പറ്റും. നല്ലതായിട്ട് എൻ്റെ കാലിൻ്റെ വേദന പോയി, എൻ്റെ അസുഖങ്ങളെല്ലാം പോയി. എനിക്ക് അമ്മയോട് അപ്പായോടും കോടി നന്ദി പറയുന്നു. കാരണം അത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്കൂളിൽ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യമാണ്. ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ്. അപ്പം ആ പ്രോജക്റ്റ് സ്കൂളിൽ വന്നപ്പം അവിടെ അതിനുള്ള സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് PT എല്ലാം കൂടി തീരുമാനിച്ചു. എനിക്കും സങ്കടകരമായിട്ട് അതിലൊപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഈ സ്കൂളിൽ ഇത് നടക്കത്തില്ല, ഇതിനുള്ള സൗകര്യം റൂമില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സൗകര്യമാണ്, തീമനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യത്തിൽ ഈ കുട്ടികൾക്ക് കിട്ടിയ ആ ഒരു പ്രോജക്റ്റ് പോകുമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണല്ലോ, അമ്മയോട് ഞാൻ പറയും, അമ്മ. അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ നീ ഇത് തിരിച്ച് വേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് വേണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നു, ഈ സ്കൂളിൽ ഇത് ചെയ്തേ പറ്റൂന്ന്. എല്ലാവരും വേണ്ടെന്ന് ഒപ്പിട്ട് കൊടുത്താണ്. എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ മാത്രമാണ് അതിന് കാരണം. ആ സ്കൂളിൽ ആ പ്രോജക്റ്റ് വരാനായിട്ട് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനും ഓരോ 13 തീം അനുസരിച്ചുള്ള ഓരോ ഇടങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തന്നെ ഞാൻ ഓരോ തീമിൻ്റെ പ്രോജക്റ്റ് വർക്കിൻ്റെ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ
ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ആളിനെ വേണം പ്രോജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് സ്കൂളിലോട്ട് കൊണ്ടുവരേണ്ടത്. എൻ്റെ പരിശുദ്ധ അമ്മ അതിനും എന്നെ സഹായിച്ചു. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സ്കൂളിന് അനുയോജ്യമായിട്ട് നല്ല ഒരു വർക്കറെയാണ് കൊണ്ടുവന്നത്. ആ പ്രോജക്റ്റ് എൻ്റെ മനസ്സിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആ 2 റൂമുകളിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. എല്ലാം എൻ്റെ അമ്മയാണ്. അതോടൊപ്പം ഈ വെളിയിലുള്ള കളിയിടം അത് ആ റൂമിനോട് ചേർന്ന് വേണം വരാനായിട്ട്. പക്ഷേ ആ റൂമിനോട് ചേർന്ന് വേണ്ട എന്നുള്ളത് വേറെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് മതി എന്ന് പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മേ ആ റൂമിനോട് ചേർന്നാണെങ്കിൽ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളൂ, അമ്മ ഇത് ഏറ്റെടുക്കണം, അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അമ്മ ഇത് ഏറ്റെടുക്കണം. അത്ഭുതം എന്ന് പറയട്ടെ, അവർ പഞ്ചായത്തുകാർ പിറ്റേ ദിവസം സമ്മതിച്ചെന്നുള്ളതാണ്. അതും എൻ്റെ അമ്മയാണ് അത്ഭുതം ചെയ്ത്. ആ പ്രോജക്റ്റ് എളുപ്പത്തിൽ ഞാൻ പറയാം, അത് 2.5 വർഷം കൊണ്ടാണ് തീർന്നത്. ഏറ്റവും മനോഹരമായിട്ട് തീർന്നു. ഏറ്റവും നല്ല രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്തു. നല്ല പരിപാടികളും എല്ലാമായിട്ട് എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എനിക്ക് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കും സ്കൂളിനും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ അത് ആക്കി തന്നു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി അപ്പായോടും അമ്മയോടും പറയുന്നു. അടുത്ത ഒരു ദിവസം ഞാനിതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, 7 മണിയായില്ല, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പോൾ ഞാനോർത്ത് ഫ്രിഡ്ജിൽ നേരത്തെ ഏത്തയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത്തയ്ക്ക ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഏത്തയ്ക്ക ഇല്ല. ഏത്തയ്ക്ക കുട്ടികൾ തിന്നു തീർത്തു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാൽ ചോറുണ്ണാന്നും കണ്ട് അടുക്കളയിൽ ചെന്നപ്പം ചോറും ഇല്ല. അപ്പം ഞാൻ അമ്മയോട് ഓടി വന്നിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നത് പോലെ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, എൻ്റെ മാതാവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, ഇനി ഉണ്ടാക്കി വേണ്ടേ ഞാൻ കഴിക്കാൻ, എനിക്ക് വയ്യ, വിശപ്പ് സഹിക്കാൻ വയ്യ, നിനക്ക് ഏതെങ്കിലും ഇറങ്ങി വന്ന് എനിക്കൊന്നും തരാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് അടുക്കളയിലോട്ട് എത്തിയില്ല. അതിനിപ്പുറം എന്നെ പുറകിൽ നിന്ന് ടീച്ചറെ എന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ കയ്യിലൊരു പാത്രത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ച് ഏത്തക്കയുടെ പായസം, പാലും എല്ലാം കൂടി ഇട്ടുള്ള ഏത്തക്കായുടെ പായസം, നല്ല പായസം ചൂടോട് കൂടി അതിൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ അത് മേടിച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടി അമ്മയുടെ അടുക്കൽ ചെന്ന് കരഞ്ഞു പറഞ്ഞു, അമ്മ സോറി, ഞാൻ അമ്മയുടെ സ്നേഹം ഇത്രയും മനസ്സിലാക്കിയില്ലല്ലോ, ഞാൻ സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് ആ പായസം ഞാൻ അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. ഞാനും കുടിച്ചാനൊരു ഗ്ലാസ്സിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ടുവച്ചു. അത് പിന്നീട് ഞാൻ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും എൻ്റെ അമ്മയ്ക്കൊരു പാത്രത്തെ ഞാൻ അവിടെ കൊണ്ടുവെക്കും. കാരണം എൻ്റെ അമ്മ എന്നെ അത്ര അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് മുതൽ ഓരോരോ കാര്യങ്ങളും എല്ലാ ദിവസവും, അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പ്രാർത്ഥിച്ച്, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഞാൻ ഉടമ്പടിയുടെ തൈലം, വിശുദ്ധ തൈലം കുരിശ് വരച്ച് ആ ഉപ്പിൻ്റെ വെള്ളം 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കും. അപ്പോൾ എനിക്കറിയാം ഏത് രോഗം ഉണ്ടെങ്കിലും നമ്മുടെ വീടിന്, നമ്മുടെ ആൾക്കാരെ അത് സ്പർശിക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടാണ് വഴി നീളെ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിന് അത് ഒരു നല്ല രീതിയിൽ എൻ്റെ പ്രാർത്ഥന തീർന്നിരിക്കും. പിന്നെ എൻ്റെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം മേടിച്ചു കഴിഞ്ഞാൽ ആ പത്രത്തിൽ നമ്മുടെ വചനങ്ങൾ, ഞാൻ ബൈബിള് വായിച്ചിട്ട് ആ വചനങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ ഈ വചനങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള എല്ലാം പ്രയോജനം ഇല്ലെന്നുള്ളതല്ല, ചില രോഗികൾക്കുള്ള പ്രത്യേക വചനങ്ങളുണ്ടല്ലോ, അതൊക്കെ പ്രത്യേക ആവശ്യങ്ങളുള്ള ജോലി ആവശ്യമുള്ള വചനം, അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തിട്ട് ഈ പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പത്രത്തിനകത്ത് വെക്കും. അകത്ത് വെച്ചിട്ട് ആ പത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അമ്മയുടെ എല്ലാം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പത്രം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാശുരൂപം മേടിച്ചുകൊണ്ട് അതും കൊടുക്കും. പിന്നെ എന്താണെങ്കിലും രോഗികളായിട്ടുള്ളവരെ അവർ വീടുകളിൽ ചെന്ന് തന്നെ, ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ ആരുടെയും വീട്ടിൽ അസുഖം ഉണ്ടെങ്കിൽ, അവർക്ക് ക്രിട്ടിക്കൽ അസുഖമാണ്, അവർക്കൊട്ടും ചികിത്സ ഭേദമാവുന്നില്ല, ഞാൻ അവിടെ ഉടമ്പടിത്തയിലും ഉപ്പും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ശ്വാസം മുട്ടൽ അതുപോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ട്യൂഷൻ. അപ്പം ആ സമയത്ത് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയ വെള്ളം അവിടെ ഉണ്ടായിരിക്കും. ആ വെള്ളം ഞാൻ ഈ കുട്ടികൾക്ക് കൊടുക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ
എൻ്റെ അമ്മയും അപ്പയും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഞാൻ എൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ ജീവിതം അവസാനം വരെ ഈ ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അപ്പായും അമ്മായും എൻ്റെ കൂടെ എൻ്റെ മരണകാലം വരെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. യെശയ്യാ 65:16 ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കും. ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകല എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് മാംസം ധരിക്കുകയും അമ്മ മാതാവിനോടും ഈശോയോടും എത്ര വിശ്വസ്തതയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഏതൊരു ജീവിത പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനും സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ, ഒരു അത്യാവശ്യ നേരത്ത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാവട്ടെ, ഏറെ ക്ലേശിച്ചിരുന്ന ചില ജീവിത വിഷയങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് നൽകിയതാവട്ടെ, ഏത് കാര്യത്തിനും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഭാരം ലഘൂകരിച്ച് സമയം ചുരുക്കി നൽകി ജീവിത വിഷയത്തിന്മേൽ ദൈവികമായ ഇടപെടലുകൾ നൽകുമെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊരു കമ്മ്യൂണിക്കേഷൻ, അമ്മ മാതാവിനോടും ഈശോയോടും സംസാരിക്കുവാനുള്ള നിരന്തരമായ ശ്രദ്ധയും ആ സ്വാതന്ത്ര്യത്തോടു കൂടി മകൾക്കെടുത്ത സ്നേഹത്തോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള കൃപയുമാണ്. നമുക്ക് ആത്മീയത ആഴപ്പെടുകയും വളരുകയും ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം അത് സ്നേഹത്തിൻ്റെതാവും ഭയത്തിൻ്റെതാവില്ല. സ്നേഹത്തിൻ്റെതാവുമ്പോൾ സ്വതന്ത്രമായി സംസാരിക്കുവാനും അത് ആഗ്രഹം ആവശ്യങ്ങളായി സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി വേഗം പ്രാപിക്കുവാൻ തക്കവിധം അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സഹോദരി പറയുന്നുണ്ട്, ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് തൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വരം കേട്ടുകൊണ്ട് ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സൗഖ്യം നേടുവാൻ തക്കവിധം അമ്മ മാതാവ് തൻ്റെ ജീവിതത്തെ നയിച്ചതും അനുഗ്രഹിച്ചതും. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഏതൊരു ക്ലേശത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് അറിഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര കണ്ട് അതിന് ജീവിത വിഷയങ്ങളുണ്ടെങ്കിലും അത് മുഴുവനും പരിഹരിച്ച് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ സുസ്ഥിതിയുള്ളതാക്കും സൗഖ്യമുള്ളതാക്കി മാറ്റിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. 8 തവണ ഈ അക്രൈസ്തവ മകൾ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നതിനർത്ഥം ഉടമ്പടി ജീവിതത്തെ ആത്മാവിൽ സ്വീകരിക്കുകയും ഹൃദയ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അമ്മയ്ക്ക് സ്വയം ജീവിതം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ദിനവും അതിൽ മുന്നേറുവാൻ വേണ്ടി തൻ്റെ തന്നെ എല്ലാ താല്പര്യങ്ങളെയും വിട്ടുകൊടുക്കുന്നു എന്നതിനാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടി അല്പ ദിവസത്തേക്കുള്ള ഒരു എളുപ്പവഴിയല്ല, മറിച്ച് ദൈവത്തിന് ഉടമസ്ഥതയുള്ള ജീവിതമാണിതെന്ന് എക്കാലത്തേക്കും ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതക്രമമാണ്. ഈ സഹോദരിക്ക് അമ്മയിലൂടെയും ഈശ്വരൂടെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.